താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ചു. ഹലോ. ആ ആ കൊല്ലത്തോ പത്തനംതിട്ടയിലോ? ഓ ആ ആ ശരി. അപ്പോഴേ നമ്മുടെ CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു. അവിടെ വീശിയ ഒരു കൊടുങ്കാറ്റ്, അതിൻ്റെയൊക്കെ നാശം വിതച്ചത് അങ്ങ് പത്തനംതിട്ടയിലാണ്. ചതിവ്, വഞ്ചന, അവഹേളനം. കോമ്രേഡ് പത്മകുമാർ വക. അത്രേ ഉള്ളൂ. സഖാവേ, പത്മകുമാർ സഖാവേ. നിങ്ങൾ വല്ലാത്തൊരു പണിയാട്ടോ കാട്ടിയത്. നിങ്ങൾക്ക് കൊക്കിലൊതുങ്ങാത്തത് തന്നതല്ലേ പാർട്ടിക്കാർ? നിങ്ങൾ ചെയ്തത് ശരിയാണോ? CPM-കാരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ കുട്ടം തെറ്റിയ കുഞ്ഞാടിനെ അറക്കാൻ കൊടുത്താലേ ഒരു സംശയവും വേണ്ട. പശുവിനെ ആടിനെ അമ്മച്ചിയായി കാണുന്ന BJP-ക്കാർ എടുത്തു വളർത്തിയ അതിനൊന്നും ഒരു തെറ്റും പറയാൻ പറ്റൂല കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കണ്ടില്ലേ കഴിഞ്ഞ ദിവസം പ്രാപ്പിടിയന്മാരെ പോലെ പത്മകുമാറിന് ചുറ്റുകൂടുന്ന BJP-ക്കാർ. ഇപ്പോൾ ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. ഒരു യഥാർത്ഥ കഥയാണ് കേട്ടോ. ഒരു ഗ്രാമം. സിമ്പൽ വേണ്ട, കഥാപ്രസംഗമല്ല. പറഞ്ഞു വന്നത് തുടരാം. ആ ഗ്രാമത്തിലെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ശവം കാട്ടിൽ ജീവിക്കുന്ന മറ്റൊരു കുലം നരഭോജികൾക്ക് അവകാശപ്പെട്ടതാണ്. ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് ബന്ധുക്കൾ അവർക്കായി ബോഡി വിട്ടുകൊടുക്കും. പിന്നെ കൂട്ടത്തോടെ വന്ന് ആ ശവവും ചുമന്ന് ഉൾക്കാട്ടിലേക്ക് അവർ പോകും, ആഘോഷ തിമിർപ്പോടെ ആ ശവം തിന്നു തീർക്കാൻ. ഇതൊരു യഥാർത്ഥ കഥയാണ്. എന്നാലും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി യാതൊരു ബന്ധവും ഇതിനില്ലട്ടോ. മദ്യക്കുപ്പിയുടെ പുറത്തെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നതുപോലെ തന്നെ. സഖാവേ, പപ്പേട്ടു, നിങ്ങളുടെ ഈ ഇരിപ്പ് കണ്ട ഒരു ചതിയിലും വഞ്ചനയിലും അവഹേളനത്തിലും പെട്ടതുപോലുണ്ടല്ലോ. നിങ്ങൾക്ക് ഒന്ന് പൊട്ടിക്കരയണമെന്നുണ്ടോ? ഈ മനസ്സിൽ വല്ലാതെ തിക്കുമുട്ട് അനുഭവിക്കുമ്പോൾ അത് സത്യങ്ങളായി വെട്ടിത്തുറന്ന് പറയേണ്ടി വന്നു അല്ലേ പപ്പേട്ട? കൂൾ ഡൗൺ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. നിങ്ങൾക്ക് മാത്രമല്ല, പാർട്ടിയിലെ പലർക്കും ഇപ്പോൾ അങ്ങനെയാണ്. കൂടാതെ പൊട്ടിത്തെറിച്ചവരും ഉണ്ട്, പൊട്ടിക്കരഞ്ഞവരും ഉണ്ട്. ആരും കേൾക്കൂല പപ്പേട്ട. എനിക്ക് പരസ്യമായി തന്നെ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പപ്പേട്ട, നിങ്ങളെ പാർട്ടി തഴഞ്ഞോ? അതിപ്പോ ഗസ് ചെയ്തിട്ട് അങ്ങനെ പറയാൻ പറ്റും? കൊക്കിലൊതുങ്ങാത്തത് തന്നിട്ടും, അതായത് ബാലേട്ടൻ ഭാഷയിൽ പറഞ്ഞ താങ്കൾക്ക് അർഹതയില്ലാത്തത് പാർട്ടി തന്നിട്ടുണ്ട് എന്ന്, അതിൽ നിങ്ങൾ തൃപ്തി അടയണത്രേ. പാർട്ടി അവരവരുടെ കഴിവിനനുസരിച്ച് കൊക്കിലൊതുങ്ങിയത് മാത്രമല്ല കൊടുത്തത്, കൊക്കിലൊതുങ്ങാത്തതും കൊടുത്തിട്ടുണ്ട്. ആട്ടെ, താങ്കൾ ഈ ചതിക്കും വഞ്ചനയ്ക്കും അവഹേളനത്തിനും പ്രതിരോധിക്കാൻ പാർട്ടി വിടുവോ? തുറന്നും പാർട്ടി തന്നെ പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹം, അല്ലാതെ വേറെ എവിടെ പോയി പ്രവർത്തിക്കാൻ പറ്റും? അത് നിങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഓർക്ക് ആ ആഗ്രഹം ഇല്ലെങ്കിലോ? എൻ്റെ ആഗ്രഹം ഇവിടുത്തെ എൻ്റെ പ്രാദേശിക ഘടകത്തിൽ നിന്ന് പ്രവർത്തിക്കണമെന്നാണ്. പാർട്ടി അനുവദിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും. അതല്ലെങ്കിൽ ആ പാർട്ടി എന്താണോ നിലപാട് സ്വീകരിക്കുന്നത്, അപ്പോൾ ഞാൻ എൻ്റെ നിലപാട് പറയാം. നിങ്ങൾ കത്തിച്ചത് അമിട്ടാണെങ്കിലും ബോംബ് നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് അറിയാം. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. അത് പൊട്ടാതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടല്ലേ നിങ്ങളുടെ പത്തനംതിട്ട സെക്രട്ടറിയെ ഒരു സമവായ ചർച്ചയ്ക്കായി നിങ്ങളുടെ അടുത്തേക്ക് അയച്ചത്. പപ്പേട്ട, നിങ്ങളുടെ പാർട്ടി കണക്കിൽ 52 അല്ല വലുത്, 9. അതിനൊരു പ്രത്യേകതയൊക്കെ ഉണ്ട്. ഈ വനിതാ മന്ത്രി എന്നതാണ് ആ പ്രത്യേകത. അല്ല, നിങ്ങൾ പാർട്ടിക്ക് ഒരു ഇരയല്ല എന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. ആണോ? ഗോവിന്ദൻ മാഷെ, ഇതൊരുമാതിരി വെല്ലുവിളി പോലെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതാ എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ
പപ്പേട്ടാ, നിങ്ങൾ പാർട്ടിക്ക് സംഭാവന ഒന്നും നൽകിയില്ല അത്രേ, പൈസ അല്ല കേട്ടോ. 52 വർഷത്തെ സേവനത്തിൽ പാർട്ടിക്ക് നിങ്ങൾ ഒരു കുന്തവും കുടച്ചക്രവും ചെയ്തില്ലാന്ന്. അപ്പൊ അതിൽ നിന്ന് അതാത് കാലഘട്ടത്തിൽ പാർട്ടിക്ക് സംഭാവന ചെയ്യാൻ പറ്റാവുന്ന ആൾക്കാരെ അയാൾ താത്വികമായിട്ട് പറഞ്ഞതാണ്. പക്ഷേ നിങ്ങളെ പത്തനംതിട്ട നേതാവ് പറഞ്ഞത് നോക്കാം. എന്താ രാജസഖാവേ? വീണ ജോർജ് ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിലാണ് പാർട്ടിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാന സമിതിയിലെ ക്ഷണിതാവായി വീണ ജോർജിനെ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സഖാവ് പത്മകുമാർ ആരാ? പത്മകുമാർ പത്തനംതിട്ട പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. അയാളെന്താ പറഞ്ഞത്? പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയോ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല എന്നൊരു പ്രതികരണം അദ്ദേഹം ആദ്യം നടത്തിയിരുന്നു. എന്തുകൊണ്ടാണ് അതങ്ങനെ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാനിടയായ സാഹചര്യം? അതാണ് പാർട്ടി പരിശോധിക്കുന്നത്. വീണു പോയതാ സഖാവേ. വീണ ജോർജ് ഇന്നലെ പെയ്ത മഴയത്തെ തകരം. പത്മകുമാറോ 52 വർഷത്തെ പാരമ്പര്യവുമായി പാർട്ടി പ്രാദേശിക കരുത്ത്. പക്ഷേ വഞ്ചന, അവഹേളനം, ചതി, എൻ്റെ വക കൊടും ചതി. അദ്ദേഹം പത്മകുമാർ പത്തനംതിട്ടയിൽ പാർട്ടിക്ക് വലിയ സംഭാവന നൽകിയിട്ടുള്ള ആളാണ്. MLA ആയിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് അദ്ദേഹം നന്നായി പ്രവർത്തിച്ച ആളാണ്. പാർട്ടിയിൽ പറഞ്ഞാലും കാര്യമില്ല അല്ലേ സഖാവേ? പാർട്ടിക്ക് ഒരു ഭരണഘടനയുണ്ട്, പാർട്ടിക്ക് ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ പാർട്ടി ഘടകം തന്നെയാണ് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുണ്ട്. അല്ല സഖാവേ, നിങ്ങൾക്കെന്താ ഒരു പരിഹാസം? പാർട്ടിക്ക് ഒരു ഭരണഘടനയുണ്ട്. ഈ പാർട്ടിയുടെ ഭരണഘടനയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളൊരു ചിരി വരുന്നുണ്ടല്ലോ. പാർട്ടിക്ക് ഘടനയുണ്ട്, അപ്പോൾ പാർട്ടി ഘടകം തന്നെയാണ് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല, ഈ പ്രവർത്തകരില്ലെങ്കിൽ ഈ സിസ്റ്റവും പാർട്ടിയൊക്കെ ഉണ്ടാകോ സഖാവേ? നീ അറിഞ്ഞ ഞാൻ പെട്ടു. അല്ല, ഇങ്ങക്ക് ഭ്രാന്തോ അതോ കേൾക്കുന്ന ഞങ്ങൾക്ക് ഭ്രാന്തോ? ഇനി തിന്നാ എനിക്ക് മുട്ടം പണി കിട്ടും. ഓരോ അനീതിയിലും നീ കോപത്താൽ വിറയ്ക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ സഖാവാണ്. ഈ സുകന്യ സഖാവ് എതിർപ്പിൻ്റെ ചെറിയൊരു ഒരു ശകലവുമായിട്ട് മാർക്സിയം കാഴ്ചപ്പാടിലൂടെ പ്രകടിപ്പിച്ചതാ ഫേസ്ബുക്ക് വഴി. ഒരു ദുർവ്യാഖ്യാനം വേണം. അതെന്താണ് സുകന്യ സഖാവേ ഒരു കുത്തും കോളും വെച്ച്? ഞാന് പ്രൊഫൈൽ പിക്ചർ മാറ്റുമ്പോ ചിലപ്പോ ഇങ്ങനെ എന്തെങ്കിലും അതിന്റെ കൂടെ വെക്കുന്ന പോലെ ചെഗുവേരയുടെ ഒരു കോട്ടിംഗ് ആണല്ലോ അത്. ഒരു അതൃപ്തിയും ഇല്ല. ഞാൻ എനിക്ക് കഴിയുന്ന രീതിയിൽ എന്റെ പാർട്ടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും. ഇതാ പ്രാതിനിധ്യം കുറച്ചുകൂടി വർദ്ധിക്കേണ്ടതാണെന്നുള്ള അഭിപ്രായവും. ഓ ആയിക്കോട്ടെ, മനസ്സിലായി. അല്ല സഖാവേ, ഈ നിങ്ങൾ പറഞ്ഞ ഈ വനിതാ പ്രാതിനിധ്യം അല്ലേ CPM നടപ്പിലാക്കിയത് വീണ ജോർജ് വഴി? പിന്നെ നിങ്ങൾ ഇത് തന്നെ പറഞ്ഞാലോ? അപ്പോൾ ഇങ്ങക്ക് വേണ്ട പ്രാതിനിധ്യം കിട്ടാത്തതിൻ്റെ ചെറിയ ഒരു അസ്ഖ്യത ഉണ്ടല്ലേ? സ്വാഭാവികം, അതുണ്ടാവും. സാരമില്ല സഖാവേ, ക്ഷമിച്ചാളെ. കടകംപള്ളി സുരേന്ദ്രനും അതൃപ്തി എന്ന് ചില സൂചനകളിലൂടെ ഫേസ്ബുക്ക് വഴി അറിയിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. 2016 നവകേരള മാർച്ചിലെ വിജയത്തിന് താനും കൂടി ഉൾപ്പെട്ടതാണ് എന്ന് അവകാശപ്പെടുന്നതാണ് നിങ്ങൾ ഫേസ്ബുക്കിലിട്ട ചിത്രം അല്ലേ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഒളിഞ്ഞിരുന്ന് കല്ലെറിയും. അത് മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചാൽ മാധ്യമ സിൻഡിക്കേറ്റിന്റെ സൃഷ്ടിയാണെന്ന് അല്ലേ? ഇതൊക്കെ എന്ത് ചോദ്യം ചെയ്യുന്ന മാധ്യമങ്ങൾ പാർട്ടി വിരോധികൾ അല്ലേ? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അതല്ലേ CPM എപ്പോഴും അടച്ചാക്ഷേപിക്കുന്നത്. P ജയരാജനും ഗോപി കോട്ടമുറിക്കലും PK ശ്രീമതിയും ആനാവൂർ നാഗപ്പനും AK ബാലനും J മേഴ്സിക്കുട്ടിയും എന്നീ പ്രായം ചെന്നവരും ഈ ചെറുപ്പക്കാർക്കിടയിൽ കുപ്പായൊക്കെ തയ്ച്ച് വെച്ച് കാത്തിരിക്കുന്ന പ്രായം കുറഞ്ഞ MP രാജേഷും ഈ തുടങ്ങിയവരൊക്കെ ഇപ്പോൾ അതാണ് പൊട്ടാൻ പോകുന്ന വെടിക്കെട്ടിന് തീപ്പൊരിയേ ആയുള്ളൂ. വലിയ സ്ഫോടനത്തിന് കോപ്പ് കൂടുന്നുണ്ട് CPM എന്നാണ് കേൾക്കുന്നത്. ഏതായാലും ബ്ലിങ്ക് ഇതിനൊക്കെ കാത്തിരിക്കുകയാണ്. ബ്ലിങ്ക് തുടരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.